കാണാപ്പുറത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്കാണ് കാണാപ്പുറം ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് കട്ടിപ്പാറയിലുള്ള അമരാട് വെള്ളച്ചാട്ടം കാണാൻ നമുക്ക് ഈ അമരാട് വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ. ഇന്നത്തെ കാണാപ്പുറത്തിന്റെ അമരാട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് നമ്മുടെ സ്വന്തം താമരശ്ശേരിയിൽ നിന്നാണ്. കൊയിലാണ്ടി ഭാഗത്തു നിന്നും വരുന്നവർ പൂനൂരിൽ നിന്ന് ഇടത്ത് തിരിഞ്ഞ് കോഴിക്കൽ വഴിയും, കോഴിക്കോട് മുക്കം ഭാഗത്ത് നിന്ന് വരുന്നവർ താമരശ്ശേരി വഴിയും ഇവിടേക്ക് എത്താവുന്നതാണ്. ഇവിടെ എത്തിച്ചേരാൻ ഒരുപാട് വഴികളുണ്ടെങ്കിലും കോഴിക്കോട് കൊല്ലകൽ ദേശീയ പാതയിൽ താമരശ്ശേരിക്കടുത്ത് പെരുമ്പള്ളി നിന്നും പോകുന്നതാവും ഏറ്റവും ഉചിതം. പെരുമ്പള്ളിയിൽ നിന്നും 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചമലും കേളൻമൂലയും പിന്നിട്ട് കട്ടിപ്പാറയിലെത്താം. ഇനി കാണുന്ന ചെറിയ റോഡിലൂടെ വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 2 കിലോമീറ്ററിനടുത്ത് സഞ്ചരിക്കുമ്പോൾ നീലിത്തോട് എന്ന ആദ്യത്തെ വെള്ളച്ചാട്ടത്തിന്റെ ഒരു കുഞ്ഞു ബോർഡ് കാണാം. നീലിത്തോട് വെള്ളച്ചാട്ടം കാണാൻ മദ്രസയുടെ അടുത്തുള്ള ഈ ചെറിയ ഇടവഴിയിലൂടെ നടന്നു വേണം പോവാൻ. ചളിയും വഴുക്കുമുള്ളതിനാൽ ഇതുവഴി നടക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാണാൻ ഏറ്റവും വലുതും മനോഹരവുമായ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി അല്പം ഇടുങ്ങിയതും ദുഷ്കരവുമായതിനാൽ മിക്ക സഞ്ചാരികളും ഈ വെള്ളച്ചാട്ടം കാണാതെ മടങ്ങുകയാണ് പതിവ്. ഇത് അവർക്ക് ഏറ്റവും വലിയൊരു നഷ്ടവുമാണ്. വന്ന റോഡിലൂടെ തന്നെ ഒരു 1/2 കിലോമീറ്റർ കൂടി മുന്നോട്ട് സഞ്ചരിച്ച ശേഷം ഇടുങ്ങിയ റോഡിൽ സൗകര്യപ്രദമായ എവിടെയെങ്കിലും വാഹനം ഒതുക്കി നിർത്തണം. അവിടെ നിന്നും ചെങ്കുത്തായ റോഡിലൂടെ കുറച്ചു ദൂരം നടന്നു കയറുമ്പോൾ അമരാട് വെള്ളച്ചാട്ടം എന്ന മറ്റൊരു ബോർഡ് കാണാം. ഇവിടെ നിന്നും ഇടത്തേക്കായി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുകൂടെ സഞ്ചരിച്ചു വേണം പിന്നീടുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. നിറയെ ജാതിക്കയും കൊക്കോയും മറ്റും സുഗന്ധവിളകളും നിറഞ്ഞ ഇവിടെ നിന്നും യാതൊരു സാധനങ്ങളും സഞ്ചാരികൾ എടുക്കാൻ പാടില്ല എന്നും നിങ്ങൾ CCTV നിരീക്ഷണത്തിൽ ആണെന്നുമുള്ള സൂചനാ ബോർഡുകളുമുണ്ട്.
അമരാട് തോടിന് കുറുകെ കെട്ടിയ പ്ലാസ്റ്റിക് കയറിൽ പിടിച്ച് ചെറിയൊരു സാഹസികതയിലൂടെ തോട് മുറിച്ചു കടന്ന് ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു കയറിയാൽ നമുക്ക് രണ്ടാമത്തെ വലിയ വെള്ളച്ചാട്ടമായ ചാത്തൻകുഴിയിൽ എത്താം. വിനോദസഞ്ചാരികൾക്ക് മഴക്കാലത്ത് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെള്ളച്ചാട്ടമാണ് അമരാട് വെള്ളച്ചാട്ടം. ഉയരത്തിൽ നിന്നും കുത്തനെ താഴേക്ക് പതിക്കുന്ന വെള്ളം പാൽ നുരകളായി നീങ്ങിപ്പോവുന്ന കാഴ്ച ഏതൊരാളുടെയും മനസ്സിന് കുളിര് പകരും. വെള്ളച്ചാട്ടത്തിന്റെ ശക്തിയിൽ അന്തരീക്ഷത്തിലേക്ക് പൊങ്ങി ഉയരുന്ന നീർക്കണങ്ങളുടെ തണുപ്പ് കാരണം നമ്മുടെ ക്ഷീണമെല്ലാം പമ്പ കടക്കും. നീന്തൽ അറിയാവുന്ന ചുരുക്കം ചില സഞ്ചാരികൾ ഇവിടെ ഇറങ്ങി കുളിക്കാറുമുണ്ട്. മൂന്നാമത്തെ വെള്ളച്ചാട്ടമായ മേനോൻ തോട്ടിലേക്ക് കയറാൻ വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെയും കുത്തനെയുള്ള ചരിവിലൂടെയുമുള്ള യാത്ര ആരോഗ്യമുള്ളവർക്ക് മാത്രമേ കഴിയൂ. ഈ വെള്ളച്ചാട്ടം മറ്റു രണ്ടിനെയും അപേക്ഷിച്ച് അല്പം ചരിഞ്ഞതും ശക്തി കുറഞ്ഞതുമായതിനാൽ ഇതും കാഴ്ചയിൽ ഭംഗിയേറിയത് തന്നെയാണ്. അമരാട് തോട് ആനക്കയത്ത് വെച്ച് പുനൂർ പുഴയുമായി സംഗമിക്കുന്നു. കോഴിക്കോടും വയനാട്ടിലുമുള്ള മറ്റു വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് അപകട സാധ്യത അല്പം കുറവാണ് എന്നതിനാൽ കുടുംബസമേതം വരുന്നവർക്ക് നല്ലൊരു സെലക്ഷനായി ഈ അമരാട് വെള്ളച്ചാട്ടം തിരഞ്ഞെടുക്കാം. ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോയുമായി കാണാപ്പുറം ഇനിയും നിങ്ങളിലേക്ക് എത്തും. അതുവരെ കാത്തിരിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.